അങ്ങനെ അടുത്ത ആഴ്ചയിൽ നോമിനേഷൻ അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. നോമിനേഷൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുന്നത് അനീഷയാണ്. കൺഫഷൻ റൂമിൽ വെച്ചാണ് ഇത്തവണ നോമിനേഷനും കാര്യങ്ങളൊക്കെ ആദ്യം പോയത് അനീഷായിരുന്നു. അനീഷ് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം എന്ന് പറയുന്നത് നോമിനേറ്റ് ചെയ്ത വ്യക്തികളാണ്. അതായത് നെവിനെയും ഒണയിലിനെയുമാണ് അനീഷ് നോമിനേറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് ആദ്യം പറയണം, അവിടെ നിൽക്കാനായിട്ട് അർഹതയില്ലാത്ത വ്യക്തികൾ ആ ഒരു തരത്തിൽ തന്നെ നോമിനേറ്റ് ചെയ്യണമെന്നുള്ള ഒരു സൂചന ബിഗ് ബോസ് ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അനീഷ് അത് നോമിനേറ്റ് ചെയ്ത വ്യക്തികൾ ഒന്ന് നെവിനും അതോടൊപ്പം തന്നെ ഓണിയിലുമാണ്. കാരണം സൈതം തന്നെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാത്തിനും ശേഷമാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം വീണ്ടും തിരിച്ചു വന്ന് അവിടെ ഇരുന്നു കൊണ്ട് ബിഗ് ബോസിനോട് പറയാൻ, ബിഗ് ബോസ് ഒരുപാട് നന്ദി കൊണ്ട് ബിഗ് ബോസ് എന്റെ വീട്ടുകാരെ കൊണ്ടുവന്നതിന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് വീണ്ടും പറയുകയുണ്ടായി. ബിഗ് ബോസ് ആദ്യം ഒന്നും തന്നെ മിണ്ടിയില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനീഷ് വീണ്ടും ചോദിക്കും, ബിഗ് ബോസ് കേട്ടില്ലേ ബിഗ് ബോസ് എന്ന് അനീഷ് വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു, ഓക്കെ അനീഷ് എന്നുള്ള കാര്യത്തിൽ ബിഗ് ബോസ് റിപ്ലൈ ചെയ്യും. ആ റിപ്ലൈ കേട്ടിട്ടാണ് അനീഷ് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് തന്നെ. എന്തായാലും ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. അത് കാഴ്ച നല്ല രസകരമായിരുന്നു അനീഷ് ആ ചെയ്ത കാര്യം എന്ന് പറയുന്നത്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.